നമസ്കാരം. യൂട്യൂബിൽ ഒരു 2-3 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഈ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് ഏർണിങ്സ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലായിക്കൊള്ളുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കും. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമുക്കറിയാം, കോഴ്സുകൾ സെല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ്. അവരെന്താണോ യൂട്യൂബിൽ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സെല് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കോഴ്സ് സെയിൽ ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത്? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സസ് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനായിട്ട് നല്ല ഹോസ്റ്റിംഗ്, അതേപോലെ തന്നെ നല്ലൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് അതിലിട്ടിട്ട് സെൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ചിലവുള്ള പരിപാടിയാണ് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അത് സെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, 2021 തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് അനൗൺസ് ചെയ്ത് ഇങ്ങനെ ഒരു ഫീച്ചർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുകയും അത് ഇന്ത്യയിൽ 5-6 പേർക്ക് മാത്രം ഈ ഒരു ഫീച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് യൂട്യൂബ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബ് ഇപ്പം പുതിയൊരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ ഒരു ഫീച്ചർ അധികം താമസിക്കാതെ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിലേക്കും എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആകാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ്. എഡ്യൂക്കേഷണൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനും സാധിക്കും. അപ്പൊ അതിനായിട്ടുള്ള സൗകര്യം യൂട്യൂബ് ചാനലിൽ ഒരുക്കുകയാണ്. നമുക്ക് കോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്യാനുള്ള ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂട്യൂബിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനും സാധിക്കും. അപ്പൊ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കോഴ്സ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പൈസയും കാര്യങ്ങളും എല്ലാം പോകും. ഓരോ വർഷവും നമുക്ക് അതിന് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ കോഴ്സ് സെയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അവർക്കൊക്കെ നമ്മൾ ആ പ്ലാറ്റ്ഫോം ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ യൂട്യൂബിന് അത് കൊടുക്കേണ്ടതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും യൂട്യൂബ് ഫ്രീ ആയിട്ട് നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. ഇവിടെയും യൂട്യൂബിന് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു പ്രയോജനം എന്ന് പറയുന്നത് യൂട്യൂബ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ നമ്മൾ കോഴ്സ് സെയിൽ ചെയ്യാനായിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ഒരു ഫീ മാത്രമേ അവർ ചാർജ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഒരു 5% അങ്ങനെ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ടൊക്കെ ചാർജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വരാൻ പോകുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ കോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കായിരിക്കും നമ്മൾ ഈ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോഴ്സിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എയർലി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ഓരോ കോഴ്സ് 1, കോഴ്സ് 2 എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലൊക്കെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്യുകയും അതിനുശേഷം യൂട്യൂബ് ഇനി അടുത്ത സെക്ഷനിൽ അടുത്ത ഫേസിൽ 5 പേർക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇനി കുറെ അധികം ആളുകളിലേക്ക് ഇത് ടെസ്റ്റിംഗ് ബീറ്റയിൽ കൊടുക്കും. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോഴ്സിന് റെഡി ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതിനുള്ള ഒരു ഇൻവിറ്റേഷൻ വരും, മെയിൽ വരും. അതിനുശേഷം അവിടെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റിനെ കോഴ്സിലേക്ക് ആഡ് ചെയ്യാനും അതിനുശേഷം അത് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഈ കോഴ്സിന്റെ മറ്റൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ട്രെയിലർ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ട്രെയിലർ കാണുന്നതിന് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിനൊന്നും പൈസ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കോഴ്സിന്റെ ഫുൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ പേ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായി? അപ്പം ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാനൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. ആവശ്യമുള്ളവർക്ക് അത് ബൈ ചെയ്യാനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, നിങ്ങൾ ലൈവ് ഷോപ്പിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ യൂട്യൂബിന്റെ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ട്. അവിടെ യൂട്യൂബ് പുതിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. നമുക്ക് ലൈവ് സ്ട്രീമിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പം ലൈവ് സ്ട്രീമിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ എടുത്ത് നമുക്ക് ആ ഒരു വീഡിയോ ലൈവ് സ്ട്രീമിൽ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. 10 സെക്കൻഡ് സമയത്തേക്കായിരിക്കും ഈ ഒരു ആഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലൈവ് സ്ട്രീമിൽ ഡിസ്പ്ലേ ആകുക. അപ്പോൾ ആ സമയത്ത് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനും അതിന്റെ കമ്മീഷൻ നമുക്ക് എടുക്കാനും സാധിക്കും. ഇതും വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഇതേപോലെ ലൈവ് സ്ട്രീമിൽ ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമാണ് ഇപ്പോൾ പുതുതായിട്ട് വരാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ മൂന്നാമതൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, QR കോഡ് വെച്ചിട്ട് ഇനി മുതൽ നമ്മുടെ ചാനലിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങളൊന്ന് കണ്ടു
നോക്കിയേക്കുക. അതിനോടൊപ്പമുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം യൂട്യൂബിൽ വന്നിരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മൾ കുറേ അധികം AI വർക്കുകളൊക്കെ ചെയ്ത് ഇപ്പൊ ഒരു ഫേസ് തന്നെ മാറ്റിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ അത് അൾട്ടേർഡ് കണ്ടന്റിൽ വരും, മനസ്സിലായി? അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഉണ്ടെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അൾട്ടേർഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ അൾട്ടേർഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ സാധാരണ അൾട്ടേർഡ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനിയും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് എസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയ്ക്കും ഈ അൾട്ടേർഡ് കണ്ടന്റ് നോക്കി നോ സെലക്ട് ചെയ്ത് പോകുന്നതായിട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് അൾട്ടേർഡ് കണ്ടന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ അൾട്ടേർഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നുള്ള ഒരു ഓപ്ഷൻ മൊബൈലിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ പുതിയ അപ്ഡേറ്റിൽ ആ ഒരു കാര്യം കൂടെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് മൊബൈലിൽ ഇനി അൾട്ടേർഡ് കണ്ടന്റ് യെസ് ഓർ നോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് യൂട്യൂബിൽ പുതുതായിട്ട് വന്നിട്ടുള്ളതും വരാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതിലേറ്റവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.